ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷൈനിങ് എന്ന കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമയിലെ എപ്പിസോഡ് 5 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് 2018 കാലഘട്ടമാണ്. കഥാനായകൻ തേസോ അടുത്തുള്ള തടിപ്പാടിക്കാരനൊപ്പം യോണിന്റെ വീട്ടിൽ വാതിൽ ശരിയാക്കുന്നു. മിലിറ്ററി സർവീസ് കഴിഞ്ഞ് നീ എന്നെ സഹായിക്കുന്നതിന് ഒരുപാട് നന്ദിയെന്നും മിസ്റ്റർ മോയുടെ പെട്ടെന്നുള്ള മരണവും അദ്ദേഹത്തിന്റെ മകളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നുമില്ല. അദ്ദേഹം എന്നോട് ഒരുപാട് നാളായി ഇതൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴെങ്കിലും ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിന് അതൊരു ഭാരമായിരിക്കും എന്നും പറയുമ്പോൾ അവൻ അതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നീട് ഡോർ ശരിയാക്കി അവൻ അതിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ അവളുടെ ചിത്രം കണ്ടവൻ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ നിന്നും തിരികെ 2025 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്റ്റേഷനിൽ സംസാരിച്ച് നിൽക്കുന്ന തേസോയെയും യൂണിനെയും കാണുന്നു. എനിക്ക് വേറൊരു വഴിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ് അവൾ യാത്ര പറയുമ്പോൾ ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറയുകയും അവൻ അവളുടെ ഒപ്പം പോവുകയും ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ ഒപ്പം വരുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് യൂൺ പറയുന്നുണ്ടെങ്കിലും തേസോ അത് കേൾക്കുന്നില്ല. അവളിപ്പോൾ നിൽക്കുന്ന റൂമിന്റെ അവിടെ വരെയും അവളെ തേസോ കൊണ്ടാക്കുന്നു. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ് അവൾ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറുന്നു. ശരിക്കും പറഞ്ഞാൽ ഹോസോക്കും ഹോസോക്കിന്റെ ഭാര്യയും തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു. യൂൺ കയറി വരുമ്പോൾ തന്നെ ദേഷ്യത്തിൽ, നീ സോഹ്യുനിന്റെ മകളായിരുന്നല്ലേ? അവർ ഉപേക്ഷിച്ചു പോയതിനു ശേഷം എത്ര വർഷങ്ങൾ എടുത്താണെന്നറിയുമോ ഞാൻ ഹോസോക്കിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? നീ ഇവിടെ താമസിക്കുന്ന കാര്യം അവളെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ട് കൈയോടെ പൊക്കിയത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ അറിഞ്ഞതെന്നും അവർ പറയുമ്പോൾ യൂൺ അവിടെ ഉണ്ടായിരുന്ന യൂണിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് അവർ ഒരിക്കലും എൻ്റെ അമ്മയല്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അപ്പോൾ അവൾ നിനക്ക് ആരാണെന്ന് ഓണറുടെ ഭാര്യ ചോദിക്കുന്നു. ഇനിയും അവരുടെ പേര് പറയരുത്, എൻ്റെ അച്ഛൻ മരിച്ചതുപോലും അവർ കാരണമാണെന്ന് പറഞ്ഞ് അവൾ പെട്ടിയും എടുത്ത് വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയുണ്ടായ സംസാരങ്ങളെല്ലാം അവളെ കൊണ്ടാക്കാൻ വന്ന തേസോ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന അവൾ തേസോയെ കണ്ട് വല്ലാതെ ആകുന്നു. അവൻ വന്ന് അവളുടെ കയ്യിലുള്ള ലഗേജും വാങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് തേസോ ചോദിക്കുമ്പോൾ അവൾ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വെറും 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ശരിയാകും. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാമെന്ന് യൂൺ പറയുമ്പോൾ ഇന്നെന്തായാലും നിനക്ക് താമസിക്കാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളുടെ ലഗേജും എടുത്ത് അവൻ പോകുന്നു. ബസ്സിൽ എങ്ങനെ പോകുമ്പോഴും ജെയിംസിന്റെ കോൾ അവൾക്ക് വന്നുകൊണ്ടിരുന്നു. കോൾ എടുക്കാതിരിക്കുന്നത് തേസോയും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ എങ്കിലും ഒരു കാര്യം ചെയ്, നിങ്ങൾ എൻ്റെ ബാഗ് മാത്രം ഇന്നത്തേക്ക് സൂക്ഷിക്കാമോ? ഞാൻ എൻ്റെ പഴയ ഒരു സ്കൂൾ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവളുടെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാനും നിന്റെ പഴയ സുഹൃത്തല്ലേ, എനിക്ക് നിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് തേസോ പോകുന്നു. ഒരു വഴിയുമില്ലാതെ അവളും അവനൊപ്പം പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി തേസോ വാതിൽ തുറക്കും നേരം എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു, അയാളുമായി ഞാനിപ്പോൾ ബ്രേക്കപ്പിലായി എന്നും യൂൺ പറയുമ്പോൾ അതെന്തിനാ ഇപ്പോൾ പറയുന്നതെന്ന് തേസോ ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ഹോണസ്റ്റായി ഇരിക്കാൻ വേണ്ടിയാണെന്ന് അവൾ പറയുന്നുണ്ട്. ബാത്റൂമിൽ പോയി ഫ്രഷായി യൂൺ വരുമ്പോൾ അവളോട് കിടന്നുറങ്ങാൻ തേസോ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തിനുള്ളതാണെന്ന് അവൾ ചോദിക്കുകയാണ്. ഇത് ഗ്രാമത്തിൽ നിന്നും കൊണ്ടുവന്ന തടികളാണ്, ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് അവൻ ആ പണിക്കായി പോകുന്നു. അവൻ അവിടെ ഇരുന്ന് പണി ചെയ്യുമ്പോഴും അവിടെ എന്തോ ആലോചിച്ചിരുന്ന യൂണിനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ വന്ന് നോക്കുമ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അവൻ കടയിൽ പോയി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് വീണ്ടും പണി ചെയ്യുമ്പോൾ അവൾ എഴുന്നേറ്റ് വരുന്നു. തനിക്ക് ഹോട്ടലിൽ നേരത്തെ പോകണമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ അവൻ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. ഞാൻ ഉച്ചയ്ക്ക് നീ പോകുന്നതിന് മുന്നേ തന്നെ വരാമെന്ന് യൂൺ പറയുമ്പോൾ അവനും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്നതിനിടയിൽ യൂൺ ചോദിക്കുന്നുണ്ട്, നീ ഒരിക്കൽ പോലും എന്നെപ്പറ്റി ആലോചിച്ചിട്ടില്ലേ എന്ന്. ഇല്ല, ഞാൻ പുറകിലേക്ക് ചിന്തിക്കാറില്ല എന്ന് തേസോ പറയുമ്പോൾ അത് നല്ലതാ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കഴിക്കാൻ തുടങ്ങുന്നു. ഞാൻ നിന്റെ വീട്ടിലെ ഡോറ് പണിയാൻ വന്നിരുന്നുവെന്നും അവിടെ നിന്റെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നുവെന്നും തേസോ പറയുമ്പോൾ ഇന്റേൺഷിപ്പ് സമയത്ത് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു, എന്നാൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകും. ഞാൻ സിയോളിലെത്തി 2ാമത്തെ ദിവസമായിരുന്നു നിന്നെ കണ്ടതെന്നും എനിക്ക് നിന്നെ വീണ്ടും കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്നെ കാണാനായി ഞാൻ മനഃപൂർവ്വം സ്റ്റേഷനിൽ കാത്തുനിന്നതാണെന്നും യൂൺ പറയുമ്പോൾ അതെന്തിനു വേണ്ടിയാണെന്ന് അവളോട് തേസോ തിരിച്ചു ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ട് അതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്തോ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് യൂൺ പറയുന്നു. അവൾ പോയതിനു ശേഷം ഉറങ്ങിയ തേസോ അലാറം കേട്ട് എഴുന്നേറ്റ്
യൂൺ ലഗേജ് എടുക്കാൻ വരുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ കൂട്ടുകാരനോട് അടുത്ത ഷിഫ്റ്റ് എടുക്കാമോ എന്നും രാത്രിയിലേത് താൻ എടുത്തുകൊള്ളാമെന്നും പറയുമ്പോൾ അവൻ ഓക്കെ പറയുന്നു. ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തത് കാരണം അവൻ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്താണ് യൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാത്ത് അവൾ നിൽക്കുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് വരികയും അകത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ബാഗ് എടുത്ത് അവിടെ നിന്നും യൂൺ പോകാൻ നേരം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തേസോ അവളോട് നീ ബ്രേക്കപ്പായി എന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താണെന്നും നീ ഇനിയും ആളുമായി പാച്ചപ്പ് ആവാൻ പോവുകയാണോ, അതോ കംപ്ലീറ്റ് ആയി വിട്ടോ എന്നും അവളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് നീ അറിയുന്നതെന്ന് ചോദിക്കുന്ന അവളോട് പണ്ട് നിന്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ഞാൻ, നിന്നോട് സംസാരിക്കുന്നത് പോലും ഓക്കെ ആണോ എന്നറിയാത്തത് കൊണ്ടാണ് എന്നവളോട് പറയുമ്പോൾ ഞാനാണ് ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചതും എൻ്റെ കേസിൽ അത് ഓവറായി. ഇപ്പോൾ എന്നോട് നീ സംസാരിക്കുമ്പോൾ അത് ശരിയായി അയാളുമായി പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ നമുക്കിടയിൽ ഇനി ഈ സംസാരം വേണ്ട എന്നും അവൾ പറയുന്നു. ഇത് കേട്ടവൻ ഇന്ന് ഇവിടെ നിന്നും പോകണ്ട, ഇന്നും നാളെയും ഞാനിവിടെ കാണില്ല, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നും അത് കഴിഞ്ഞ് മുത്തശ്ശിയെ കാണാൻ ഞാൻ ഗ്രാമത്തിൽ പോകും, അവിടുന്ന് നേരെ ജോലിക്ക് പോവുകയായിരിക്കും ചെയ്യുക എന്നും എൻ്റെ വീട് 2 ദിവസത്തേക്ക് നോക്കാനും നന്നായി റെസ്റ്റ് എടുക്കാനും യൂണിനോട് പറയുന്നു. അവൻ വീടിൻ്റെ പാസ്വേഡും അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൻ പോയതിനു ശേഷം ബെഡിൽ വെച്ചിരിക്കുന്ന അവരുടെ പഴയ സ്കൂൾ യൂണിഫോമും അതിലെ ഒരു ലെറ്ററും അവൾ നോക്കുമ്പോൾ ഇത് നിനക്ക് ഫിറ്റാവുമെന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അവൾ ചിരിക്കുന്നു. പിറ്റേന്ന് അവൾ ഫ്രഷായി ജോലിക്ക് പോകുന്നു. ഗ്രാമത്തിൽ മുത്തശ്ശിയോട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറയുകയാണ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹോസോയുടെ ഫ്രണ്ട് ഹാങ്ജി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹോസോ വരികയും അവൾ അവിടുന്ന് പോകുകയും ചെയ്യുമ്പോൾ മുത്തശ്ശി ഹോസ്പിറ്റലിൽ പോകാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് ഹോസോയോട് പറയുന്നു. അങ്ങനെ തേസോ ഗ്രാമത്തിലെത്തുകയും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കിടക്കാൻ നേരം ഹാങ്ജി മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൾ പറഞ്ഞത് കേട്ടാണ് മുത്തശ്ശി ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചതെന്നും ഹോസോ പറയുമ്പോൾ തേസോ അത് കേട്ട് ചിരിക്കുന്നു. അങ്ങനെ കിടക്കുന്നേരം ഹോസോ, തേസോ നിങ്ങൾക്ക് എന്തെങ്കിലും പേടി തോന്നുന്ന കാര്യങ്ങളുണ്ടോ? എനിക്കുണ്ട്. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നമ്മളെ വിട്ടുപോകുമോ എന്നുള്ള പേടി എനിക്ക് ഒരുപാടാണെന്ന് അവൻ പറയുന്നത് കേട്ട് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പോയിന്റിൽ അത് നമ്മളിൽ നിന്നും നഷ്ടപ്പെടും. ഇപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നീ കൂടുതലൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ തേസോ പറയുന്നു. തേസോ രാവിലെ പോകുമെന്നറിഞ്ഞ് മുത്തശ്ശി വെളുപ്പിനെ തന്നെ അവനായി ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തേസോ വീട്ടിലെത്തുമ്പോൾ യൂൺ അവിടെ ഒരു കുറിപ്പ് വെച്ചിരിക്കുന്നത് കണ്ടതെടുത്ത് നോക്കുന്നു. തേസോ, ഞാൻ നന്നായി റെസ്റ്റ് എടുത്തു, നീയാണ് എനിക്ക് എന്താണ് ആവശ്യമെന്ന് കാണിച്ചു തന്നത്, അതുപോലെ നീ ഇങ്ങനെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി കാണുന്നതിലും എനിക്ക് സന്തോഷമുണ്ടെന്ന് അവൾ ആ കുറിപ്പിൽ എഴുതിയത് അവൻ വായിക്കുന്നുണ്ട്. പിറ്റേന്ന് അസോളിനെ പോയി കണ്ട് ആ ഫ്രെയിമിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അസോൾ പൂട്ടുന്നുറക്കുന്നത് കാണുമ്പോൾ പണ്ട് സ്കൂളിലെ ലൈബ്രറി യൂൺ തുറന്നത് തേസോയ്ക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അവൻ പഴയ ഓർമ്മകളിലേക്ക് പോവുകയും അവൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ വരികയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പഴയ കാര്യം ഓർത്തിട്ടാണോ എന്നും ചില നേരത്ത് അങ്ങനെയാണ്, നമ്മൾ മറന്നുപോയ നമ്മുടെ നല്ല ഓർമ്മകൾ വീണ്ടും തിരിച്ചു വരുമെന്നും അസോൾ പറയുന്നു. പിന്നീട് ബ്രേക്കപ്പായ സ്റ്റഡി സെൻറ്ററിലെ ഫ്രണ്ടുമായി തേസോ മദ്യപിച്ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ യൂണിൻ്റെ ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഓർമ്മകൾ അവൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിനായി ഏറെ മദ്യപിച്ച് വീട്ടിലെത്തിയ തേസോ ടയേർഡായി കിടക്കുന്നു. പിന്നീട് പഴയ മാനേജറുമായി യൂൺ സംസാരിക്കുകയും 2 ആഴ്ചയ്ക്കകം ഞാൻ ഇങ്ങോട്ടേക്ക് മാറാമെന്നും അവരോട് അവൾ പറയുന്നു. ശേഷം ഹോസോക്കിൻ്റെ ഫ്ലാറ്റിൽ പോവുകയും അവരുമായി ഭക്ഷണം കഴിക്കുന്ന നേരം ഹോസോക്കിൻ്റെ ഭാര്യ ഹോസോക്കിനോട് എനിക്ക് നിങ്ങൾ എന്നോട് നുണ പറഞ്ഞതിലായിരുന്നു പ്രശ്നമെന്നും ഞാൻ ഇക്കാര്യം നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് അവർക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ അവസാനിക്കുന്നു. നിനക്കിനി എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാമെന്നും ഞങ്ങൾ അതിനായി ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നത് കേട്ട് അവൾ ചിരിക്കുന്നു. യൂൺ, നിന്റെ അച്ഛൻ മരിച്ചത് സോഹിൻ കാരണമാണെന്ന് നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്കപ്പോൾ അങ്ങനെ പറയണമെന്നാണ് തോന്നിയതെന്ന് അവൾ പറയുന്നത് കേട്ട് എനിക്കും അവരെ ഇഷ്ടമല്ലെങ്കിൽ പോലും നീ അങ്ങനെയൊന്നും അവരെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ഹോസോക്കിൻ്റെ ഭാര്യയും അവളെ ഉപദേശിക്കുന്നു. എനിക്ക് എന്നെ തന്നെ കുറ്റപ്പെടുത്തി മതിയായി, അതുകൊണ്ട് ആ സ്ത്രീയെ കുറ്റം പറയുന്നതാണ് എനിക്ക് എളുപ്പമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നും അവൾ അവരോട് പറയുന്നു. പിറ്റേന്ന് ജെയിംസിന് മെസ്സേജ് അയക്കുകയാണ് യൂൺ. അത് കണ്ട് ജെയിംസ് വിളിക്കുകയും ഞാൻ സിയോളിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു, അതാണ് എൻ്റെ തീരുമാനവും ഉത്തരവും എന്ന് അവൾ പറയുന്നത് കേട്ട് എനിക്കറിയാം നീ ഒരുപാട് നാളായി ഇതുതന്നെയാണ് ആലോചിച്ചിരിക്കുന്നതെന്ന്, എങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, അല്ലാതെ ഫോണിൽ കൂടി ഒരു ബ്രേക്കപ്പ് വേണ്ട എന്നും നമുക്ക് നേരിൽ തന്നെ സംസാരിച്ച് അവസാനിപ്പിക്കാം,
ഒരു തവണ അങ്ങനെ ബ്രേക്കപ്പായി ഒരുപാട് നീ വിഷമിച്ചതല്ലേ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ട എന്നും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും അവൻ പറയുമ്പോൾ, വേണ്ട, ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാമെന്നും ബസ് സ്റ്റേഷനിൽ ഞാനൊരു 30 മിനിറ്റ് കാണുമെന്നും യൂൺ മറുപടി നൽകുന്നു. അങ്ങനെ യൂൺ ബസ് അവിടെ എത്തുമ്പോൾ അവൾക്കായി ജെയിംസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജെയിംസ് അവൾക്ക് ഹോട്ടലിൻ്റെ കലണ്ടർ കൊടുക്കുമ്പോൾ അവൾ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ നിർബന്ധിച്ച് കയ്യിലേൽപ്പിക്കുന്നു. നമ്മൾ വളരെ കുറച്ച് മാസങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്നുള്ളൂ, അതും നിനക്കൊരു ഫീലിങ്സും ഇല്ലാതെ ഞാൻ മാത്രം നിന്നെ സ്നേഹിച്ച ഒരു റിലേഷൻഷിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കപ്പ് പോലും നമ്മുടെ കാര്യത്തിൽ അത്ര പ്രസക്തിയുള്ള ഒന്നല്ല എന്ന് അവൻ പറയുന്നു. നന്നായി കാര്യങ്ങളൊക്കെ നോക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മറക്കണ്ട എന്നും ഒരു ബ്രേക്കപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള 10 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കരുതെന്നും അവൻ അവളോട് പറയുന്നു. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാനും സോഹിനും നാട്ടിലില്ലാതിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് നിങ്ങളായിരുന്നു. അന്ന് മുതലേ ഒരിക്കൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ നിങ്ങൾ എന്നെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്? അത് തെറ്റാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിൽ ഡിപ്പെൻഡൻ്റായി പോകുന്നതായി എനിക്ക് തോന്നിയെന്നും അവൾ പറയുന്നു. അവൻ അതെല്ലാം പുഞ്ചിരിയോടുകൂടി കേട്ടിരിക്കുന്നു. അങ്ങനെ പോകാൻ നേരം അവൻ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അവളോട് പറയുകയും അവൾ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമല്ല എല്ലാ കാര്യത്തിനും നന്ദി, അത് പറയാനായി കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞ് അവൾ കൈ കൊടുക്കാൻ നിൽക്കുമ്പോൾ അവൻ തിരിച്ച് കൈ കൊടുക്കാതെ അത് കേട്ടൊന്ന് മൂളി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തേസോ അവൻ തന്നെ ഫ്രെയിം വർക്ക് ചെയ്യുന്ന പേജിലെ DP മാറ്റി അവൻ ആദ്യമായി യൂണിൻ്റെ വീട്ടിൽ ചെയ്ത ആ ഡോറിൻ്റെ പിക്ക് പ്രൊഫൈൽ പിക്ചറായി ഇടുന്നു. പിന്നീട് യൂൺ തിരിച്ച് തേസോയുടെ വീട്ടിലെത്തുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങുന്ന തേസോയെ കാണുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന്, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, എൻ്റെ സ്യൂട്ട് കേസ് പിന്നീട് വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് യൂൺ പോകാൻ തുടങ്ങുമ്പോൾ ഉറക്കത്തിൽ അവൻ യൂണെന്ന് വിളിക്കുന്നത് കേട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ അവൾ അവനൊപ്പം ചേർന്ന് അങ്ങനെ കിടക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.